നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മുനമ്പം വിഷയം. അപ്പം ആ കൂട്ടത്തിൽ ആദ്യ സമയത്ത് ഏകദേശം 1.5 വർഷം മുമ്പ് ഈ പ്രക്ഷോഭം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആ മുനമ്പം സമരസമിതിയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നെ ബന്ധപ്പെടുകയും അങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഗ്രൗണ്ടിൽ പോയി, അതായത് ഗ്രൗണ്ടിൽ പോയി സംഭവങ്ങൾ എന്താണെന്ന് അറിഞ്ഞു, സംഭവം പഠിച്ചു, മനസ്സിലാക്കി. ഈ പറഞ്ഞ പല സമരസമിതിയുടെ പല നേതാക്കളുമായിട്ടും ഒരു ലോങ് ഡിസ്കഷൻ ഉണ്ടായി. ഞാൻ അവിടെ 2 ദിവസം താമസിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അവിടുത്തെ അച്ഛന്മാരാണെങ്കിലും ഇതിനകത്ത് വരാപ്പുഴ രൂപതയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ IB-യുടെ സ്വാധീനമുള്ള അച്ഛന്മാരുണ്ട്. അതേപോലെ ചില കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. മുനമ്പ ഭാഗത്ത് ഒരു ബെന്നിയുണ്ട്, ഒരു സെബാസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അന്ന് ഈ മുനമ്പക്കാരോട് പറഞ്ഞ് ഈ രണ്ടവന്മാരെ എടുത്ത് ദൂരെ കളയാൻ പറഞ്ഞു. അവരും ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ. അതെ, കാരണം അവർ ഈ പ്രക്ഷോഭം സബോട്ടാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം അവരൊക്കെ ഈ സതീശന്റെ ഇവരുടെയൊക്കെ പണം മേടിച്ചിട്ട്, കാരണം ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഞാൻ അവർക്ക് കാരണം അവരുടെ പണം മേടിച്ച് പൊതുപ്രവർത്തനം ഈ സമരം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ്. അന്ന് അവിടെ അവിടെയുള്ള സമരസമിതിയുടെ ആൾക്കാരോട് പറഞ്ഞു ഇവന്മാരെ 2 എടുത്ത് കളയാം. ആ വീഡിയോയുടെ ക്ലിപ്പിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് പെട്ടെന്ന് ഇപ്പോഴത് പല ആൾക്കാരും മുനമ്പത്ത് ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയാണ്. അന്ന് ഞാനെന്ത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അന്ന് അതിൻ്റെ സമിതിയുടെ ചെയർമാൻ കൺവീനറായിരുന്ന ജോസഫ് ബെന്നി, അതേപോലെ 2 or 3 അതിൻ്റെ നേതാക്കൾ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇവരെ നിങ്ങൾ വിശ്വസിക്കരുത്, ഇവർ നിങ്ങളെ പാരവെക്കുന്നു. അപ്പം അതിനുശേഷമാണ് ഇപ്പം 2 ദിവസം മുമ്പ് ഈ ജോസഫ് ബെന്നിയെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാർഡിൽ പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ സംഭവം പെട്ടെന്ന് ആൾക്കാരിലോട്ട് കടന്നു കയറി. ഞാനീ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം കേരളത്തിൽ ഈ റിപ്പോർട്ട് ചെയ്ത ശേഷം ഞാൻ വന്നിട്ട് ഇത് ഒരു ഇംഗ്ലീഷിലൊരു ടെക്സ്റ്റ് ആക്കി, ഒരു 250-300 വേർഡിൽ. എന്നിട്ട് അത് ഹിന്ദിയിലുമാക്കി ഡൽഹിയിലുള്ള പല പത്രക്കാർക്കും അയച്ചു കൊടുത്തു. നാഷണൽ ഡെയിലിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും എഡിറ്റേഴ്സിന് അയച്ചു കൊടുത്തു. എന്താണ് ഈ ലാറ്റിൻ കാത്തലിക്സ്, അവിടെയുള്ള പാവം പിടിച്ച മത്സ്യബന്ധനം നടത്തി ഉപജീവനം ഡെയിലി നടത്തി ജീവിക്കുന്നവർക്ക് എന്താണ് ഈ വഖഫിന്റെ ലാൻഡുമായി ബന്ധപ്പെടുന്ന പ്രശ്നം. എന്നിട്ട് ഇതിന്റെ ടെക്സ്റ്റും സംഭവങ്ങളും കേരള വളരെ സീനിയർ ആയിട്ടുള്ള ചില കാത്തലിക്സ് ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും അയച്ചു കൊടുത്തു, സീറോ മലബാറുമായിട്ട്. അതിനുശേഷമാണ് നിങ്ങൾ കാണുന്നത് ഇതൊരു നാഷണൽ ടോപ്പിക്കായിട്ട് അങ്ങ് മാറി. അതിനുശേഷം പിന്നെ BJP-യുടെ നാഷണൽ ലീഡേഴ്സ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഒരു ടോപ്പിക്കായിട്ട് മാറി, നാഷണൽ ടോപ്പിക്കായിട്ട്. എന്താണ് ഈ വഖഫ് ലാൻഡ്? കാരണം കത്തിയിരിക്കുന്ന സംഭവത്ത് മുനമ്പം ഇഷ്യൂ കയറി വരികയാണ്. കാരണം അവർക്ക് ഇംഗ്ലീഷ് പരിഭാഷ കൊടുത്താൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാനത് ഹിന്ദിയുമാക്കി പല NB-മാർക്കൊക്കെ അയച്ചു കൊടുത്തു. ഏതായാലും അതിൻ്റെ ആ സമയത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ സംഭവിച്ചത്. അപ്പം ഞാനൊന്ന് കണ്ടൊരു സംഭവം പറയാം. അതായത് അവിടുത്തെ ആ പള്ളിയിലെ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോഴും കണ്ടൊരു സംഭവം പറയാം. കോൺഗ്രസിൻ്റെ പല നേതാക്കൾ, അവിടെ ലോക്കലായിട്ടുള്ള നേതാക്കൾ ഈ പറയുന്ന വക്കം ഈ സമരത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വലിയ സത്യമാണ്. ഈ ജോസഫ് ബെന്നി മറ്റ് 2-3 പേര്. കാരണം ഇവരൊക്കെ ട്രഡീഷണൽ കോൺഗ്രസ്സുകാർ. ബെന്നി എന്ന് പറയുന്നയാളുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പഴയ CPM-ന്റെ പാർട്ടി മെമ്പറും അവിടുത്തെ ലോക്കൽ നേതാവായിരുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് അയാൾ ഈ സമരസമിതി ചേർന്നതിൻ്റെ പേരിൽ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമരവുമായി, ഈ വഖഫുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയോ CPM-ഓ കേരളം ഭരിക്കുന്ന പ്രധാനപ്പെട്ട ഭരണകക്ഷിയും പ്രതിപക്ഷം
1% പോലും ആ സമരത്തെ അനുകൂലിച്ചിട്ടില്ല. അവര് മാക്സിമം പാരപണിയാൻ തോന്നി. ഈ സതീശൻ ഉൾപ്പെടെ, ഈ VD സതീശൻ ഒരു വൃത്തികെട്ടവനാണ്. ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ട് കാര്യം പറയാം. അയാളുടെ ലീഗിനോടെന്ന് പറയും, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മത തീവ്രവാദികളോട് കൂടെ നിൽക്കും. അയാൾക്ക് പേടിയാ ഇവരെ. അതാ എൻ്റെ കാര്യം. രമേശനും പേടിയ. ഇവർക്കൊന്നും ഈ പറയുന്ന ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ഹിന്ദുവാണ്, അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി സത്യസന്ധത അനുസരിച്ച് അവരുടെ കൂടെ നിൽക്കാൻ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളോ ഈ പറയുന്ന CPM നേതാക്കളോ തയ്യാറല്ല. കാരണം വോട്ട്, ഇതാണ് വിഷയം. അവർക്ക് കൂടിപ്പോയി, അവർ ഉദ്ദേശിക്കുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ മുനമ്പ ഭാഗത്തെ, ആ വൈപ്പിൻ ഭാഗത്തെ ചില ലാറ്റിൻ കാത്തലിക്സ്, പിന്നെ പാവം പിടിച്ച് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കുറച്ച് ഹിന്ദു കമ്മ്യൂണിറ്റി, അവർ ഈഴവ കമ്മ്യൂണിറ്റിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. അപ്പം അതിനേക്കാൾ അവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിലെ മീഡിയയാണെങ്കിലും ചാനലാണെങ്കിലും അതേപോലെ സാറ്റലൈറ്റ് ചാനൽ, അവർക്ക് താല്പര്യമെന്ന് പറയുന്നത് മറ്റൊരു കേന്ദ്രമായ അവരെ സ്വാധീനിക്കുക, സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ ശ്രീകണ്ഠൻ നായർ പറഞ്ഞ പോലെ, നേരത്തെ ഒരു വീഡിയോ ഞാൻ കേട്ടു, കേരളത്തിലെ ചാനലെല്ലാം അടയ്ക്കാം. സത്യം അത്. കാരണം സത്യസന്ധത ഇല്ലാതായി. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതിനെപ്പറ്റിയല്ല ടോപ്പിക്ക്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഈ കാണുന്ന ചാനലല്ല 2-3 ചാനലായിട്ടങ്ങ് ചേരുന്നു. അതും സാമ്പത്തികമായിട്ട് വല്ലാത്ത രീതിയിലായിരിക്കും അവർ സർവൈവ് ചെയ്യാൻ പോകുക. കാരണം സത്യസന്ധമല്ല. നമ്മൾ ഓണസ്റ്റി എന്ന് പറയുന്നത്, നിങ്ങളൊരു കള്ളമെന്ന് പറഞ്ഞാൽ, ഒരു അബദ്ധം പറഞ്ഞാൽ, അബദ്ധമല്ല കള്ളത്തരം പറഞ്ഞാൽ ഡെലിബറേറ്റ് ആയിട്ട്, പിന്നെ അതിൻ്റെ വരുംപരാഴികൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെടും. ഒരു കാര്യം മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാം, അവരെ സപ്പോർട്ട് ചെയ്യാനും ഈ പാവം പിടിച്ച മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നിൽക്കാനും BJP മാത്രമേ ഉണ്ടായിരുന്നു. അത് അവസാനം വരെ ഈ ബില്ല് പാസ്സാക്കിയതും അതിനുശേഷം ഹൈക്കോർട്ടിൽ നിന്ന് ഇവർക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായതല്ല, പാർലമെന്റിൽ ആ ബില്ല് പാസ്സാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ്. അതേപോലെ ഒരു കാരണവശാലും ഇന്ത്യക്ക് പറ്റിയ ഒരു നിയമമേ അല്ല ഈ വഖഫ് ബോർഡിന് നേരത്തെ ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും പോയി, പണ്ട് ഇതായിരുന്നു ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ സുപ്രീം കോർട്ടും ന്യൂഡൽഹി മുഴുവൻ ഒരു വഖഫ് ലാൻഡ് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ രീതിയിൽ അന്ന് മാറ്റിയെടുത്തു. അതേപോലെ തന്നെയാണ് ഈ സംഭവം. മഹാരാഷ്ട്ര ഇലക്ഷനെ ബാധിച്ചു. മറ്റു പലയിടത്തും ഇലക്ഷനിൽ ഈ വഖഫ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഈ സംഭവം ബാധിച്ചു. പറയാൻ പോകുന്നത്, ഞാൻ അന്ന് പറഞ്ഞ സംഭവങ്ങൾ അതേപോലെ പിന്നീട് സംഭവിച്ചു. ജോസഫ് ബെന്നി അവിടുത്തെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നുവെന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ സംഭവിച്ചു. കാരണം സതീശിന് സ്വാധീനമുള്ള മേഖലയാണ് അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അടുത്ത്. ഇത് വൈപ്പിൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടുത്തെ CPMന്റെ MLA, CPM നേതാക്കളും CPMന്റെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായിട്ട് ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്തു. കോൺഗ്രസ് ഒരിടത്തൊരു കള്ളത്തരം പറയും, അപ്പുറത്ത് മാറി ലീഗിന് വേണ്ടി പറയും. കേന്ദ്രത്തിൽ പോയിട്ട്, അതായത് പാർലമെന്റിൽ വന്നിട്ട് IB ഈഡൻ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന വഖഫിന് ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുപോയി അതിനെ എതിരായിട്ട് വോട്ട് ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ കേൾക്കണം. ഈ പാവം പിടിച്ച മത്സ്യത്തൊഴിലാളികളുടെ കാര്യം അങ്ങ് പൂർണ്ണമായിട്ട് അവരെ ഇഗ്നോർ ചെയ്തു. ഇതിനകത്ത് BJP തന്നെയാണ് സ്കോർ ചെയ്തത്. അവിടെ BJP മാത്രമേ ജയിക്കാവൂ, എൻ്റെ അഭിപ്രായമാണ്. കാരണം അവർ മാത്രമാണ് ഈ സമരത്തെ പിന്തുണച്ചത്. അവരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ പാർലമെന്റിൽ ഈ ബില്ല് പാസ്സാകത്തില്ല. കാരണം ഇത് പിന്നെ റിവ്യൂ കമ്മിറ്റിക്ക് പോയി, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോയി, പിന്നീട് സുപ്രീം കോടതിയിൽ പോയി. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിലപാടിൽ അതിൽ കൊണ്ട് മാത്രമാണ് ഈ വഖഫ് ലാൻഡ്, ഈ പറയുന്ന അവരുടെ ക്ലെയിം അത് മാറിയതും ആ ജനങ്ങൾക്ക് റിലീഫ് കിട്ടിയതും. കാരണം ഞാൻ അന്ന് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, എല്ലാവരും പേടിച്ചിരിക്കുക, ഭയന്നിരിക്കുക. കാരണം അവർക്ക് വിൽക്കാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. പല കോടതികൾ ഈ വഖഫ് എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട സാധനമാണിത്. ഇപ്പോഴതൊരു ഷെയ്പ്പായി മാറിയത്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതേപോലെ ഒരു ബനാന റിപ്പബ്ലിക് അല്ല നമ്മുടെ, ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കിയിട്ട് ലാൻഡ് മുഴുവൻ അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ സാധാരണക്കാരനെങ്കിലും ജീവിക്കാൻ പറ്റും. ഇന്ന് ഞാൻ ജീവിക്കുന്ന ഇത് നാളെ വഖഫായിട്ട് മാറും. അപ്പം അതിനെതിരെ കൊണ്ടുവന്ന ബില്ലിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് BJP-യുമായിട്ടും മറ്റ് നേതാക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതെൻ്റെ കാരണം എൻ്റെ പല പരാമർശങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മുനമ്പത്ത് BJP-യെ ജയിപ്പിക്കണം. കാരണം ആരാണെങ്കിലും കാൻഡിഡേറ്റ്, കാരണം അവർ മാത്രമേ അവസാനം വരെ കൂടെ നിന്നുള്ളൂ. അതിനകത്ത് ലാറ്റിൻ കാത്തലിക്സിന് ഉറപ്പായിട്ടൊരു കോൺഗ്രസ്സുകാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടരാണ്. പക്ഷേ മുനമ്പം ഇഷ്യൂവിൽ അവരുടെ കൂടെ നിൽക്കാൻ ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിൽക്കാൻ ഈ പറയുന്ന BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഡയോസസും മറ്റ് ചില വികാരി ജനറൽമാരൊക്കെ IB ഈഡനും കോൺഗ്രസിന് വേണ്ടിയൊക്കെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പ്രവർത്തിച്ചിട്ട് ഇതേപോലെ ഓരോ കാൻഡിഡേറ്റ്സിന്, അതായത് സമരസമിതിയുടെ ചെയർമാൻ ജോസഫ് ബെന്നി കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആവുന്നു. ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച കോൺഗ്രസ്സുകാർ. പിന്നെ അവിടുത്തെ ലോക്കൽ പ്രഷർ കൊണ്ട് അയാൾ പിന്നെ കാൻഡിഡേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം. ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയവും കപടതയും. അതായത് ആ ജനങ്ങളെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഇതിനകത്ത് എനിക്ക് BJP-യുടെ സ്പെസിഫിക് താല്പര്യമൊന്നുമില്ല. പക്ഷെ ജനങ്ങളുടെ കൂടെ നിന്ന് അവർ ജയിക്കണം. കാരണം അവർ മാത്രം ഈ പറഞ്ഞ മുനമ്പംകാരെ ചതിച്ചില്ല. അവിടുത്തെ വികാരി അച്ഛൻ പോലും അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. അവരെ സഹായിക്കാൻ ഇപ്പോഴും BJP മാത്രം. കാരണം പള്ളിയുമായിട്ട് ചേർന്നാണ് ഈ സമരം നടന്നത്. അപ്പം അതിൻ്റെ പേരിലാണ് ഇതിന് പ്രാധാന്യം ഉണ്ടായത്. സീറോ മലബാർ സഭ, മറ്റുള്ള ക്രിസ്ത്യൻ സഭകളൊക്കെ ഈ മുനമ്പം സമരസമിതിയുടെ കൂടായിരുന്നു. അതായത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നു. പക്ഷെ മറ്റൊരു പ്രബല വിഭാഗമുണ്ട്, എങ്ങനെയെങ്കിലും വഖഫാക്കിയെടുക്കുക, അതാക്കിയെടുക്കുക, പൂർണ്ണമായിട്ട് കുളവാക്കുക, നാശമാക്കുക. അവർ നടത്തിയ പ്രകടനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു. പക്ഷെ അതിനൊക്കെ കേന്ദ്ര സർക്കാരും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കൊടുത്ത വാണിങ്, അതോടുകൂടി അതിന് ക്ലാരിറ്റിയും പിക്ചറുമായി. ഏതായാലും ഒരു കാര്യം പറയാം, മുനമ്പംകാർ ഒരു കാരണവശാലും BJP-ക്ക് അല്ലാതെ വോട്ട് ചെയ്യരുത്. കാരണം അത് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. കാരണം ആ പൊളിറ്റിക്കൽ പാർട്ടിയാണ് നിങ്ങളുടെ കൂടെ നിന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രചരണങ്ങൾ നടക്കുന്നു. മണിപ്പൂർ ഇഷ്യൂ, ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്ത്, ഇതൊക്കെ സെറ്റിൽ ചെയ്യാൻ ഇഷ്യൂവാണ്. അതിനെ പിടിച്ച് ഇതിനകത്ത് വലിച്ചഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഇഷ്യൂ ആണ് പ്രധാന. ആ പ്രദേശത്തുകാർക്ക് ലോക്കൽ ഇഷ്യൂ ആണ്. ആ ലോക്കൽ ഇഷ്യൂവിൽ അവരുടെ കൂടെ നിന്നവരുടെ കൂടെ വോട്ട് ചെയ്ത് ആ ഒരു ഇൻ്റഗ്രിറ്റി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മുനമ്പംകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാം എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അവസരത്തിൽ അതിന് കിട്ടിയ ചാൻസ് നിങ്ങൾ കളയരുത്.